നാൽക്കാലികളുടെ കല്യാണം കഴിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? അവയ്ക്ക് നിശ്ചിതമായ ഒരു നിക്കാഹൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും തിരുവനന്തപുരത്തെ മ്യൂസിയത്തിന്റെ തെക്കേ കവാടത്തിൽ ഒരു പ്രതിമയുണ്ട്, ദിനോസർ. മനുഷ്യനേക്കാൾ വലിയ ദിനോസറുകൾ ലോകത്ത് അസ്തമിക്കാൻ കാരണം അവയുടെ ഇടയിൽ കൃത്യമായ പ്രത്യുൽപാദന കർമ്മമില്ലാത്തതുകൊണ്ടാണ്. മനുഷ്യൻ അവസാനം വരെ ലോകത്ത് നിലനിൽക്കാനാണ് പടച്ചവൻ നിക്കാഹ് കഴിക്കണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ദിനോസറിനെ പോലെ വംശനാശം സംഭവിക്കും. അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരാൾ ഉള്ളിടത്തോളം ഈ ഭൂമി അവസാനിക്കില്ല. അതുകൊണ്ട് വിലക്കത് കറംന ബനി ആദം, മനുഷ്യനെ ഞാൻ ബഹുമാനിച്ച മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനാണ് നിക്കാഹ്. കേരളത്തിൽ നടത്തിയ സർവേകളിൽ 70% പെൺകുട്ടികളും കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. വേണ്ട, പുതിയ കണക്ക്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മരിച്ച യാസീനോ മക്കളുണ്ടാവില്ല. അതുകൊണ്ട് ചുരുക്കി പറയാൻ നാൽക്കാലികൾ കല്യാണം കഴിക്കില്ല. ഇന്നലെ പണ്ടൊരു പാട്ടുണ്ടല്ലോ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. പണ്ടൊരു സിനിമാ പാട്ടുണ്ട്, ബാഗേജ് ഷൂസുമണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം, 100cc ബൈക്കും അതിലൊരു പൂജാവട്ടും വേണം. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. പാറി നടക്കണ പക്ഷികളൊന്നും കല്യാണം കഴിക്കാറില്ല. അല്ലാഹ് പറയാൻ അൽ ബക്കറ, നാൽക്കാലികൾ കല്യാണം കഴിക്കുകയോ അവർക്ക് കുടുംബജീവിതമോ ഇല്ല. അല്ലാഹ് പറയാൻ അടുത്ത സൂറത്ത് ആൽ ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം, മനുഷ്യ നീ കല്യാണം കഴിക്കാതെ നാൽക്കാലിയെ പോലെ കാണുന്നിടത്ത് വെച്ച് ഭോഗിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്ന പുതിയ ഒരു ഇസത്തിന്റെ വക്താക്കളാരത്? അടുത്ത സൂറത്ത് ആൽ ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. നീ ഒരു കുടുംബമായിട്ടേ ജീവിക്കാവൂ. ആ കുടുംബമായി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത സൂറത്താണ് അൻ-നിസാ, പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങൾ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ടതാകുമ്പോൾ അടുത്ത സൂറത്തുൽ മാഇദ, അവൾ വെച്ച് വിളമ്പുന്ന ഒരു ഭക്ഷണത്തളികൾക്ക് ചുറ്റുമാണ് ഒരു കുടുംബത്തിന്റെ സൗഹൃദം പിരിഞ്ഞു വരുന്നത്. ഇങ്ങനെ ഖുർആൻ എങ്ങനെയൊക്കെയാ നിങ്ങളോട് പറയാ സഹോദരൻ?